നമസ്കാരം. പിന്നിട്ട തദ്ദേശ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ വല്ലാതെ വാർത്താ പ്രാധാന്യമുള്ളതാക്കി മാറ്റിയിട്ടുണ്ട്. ചിലത് വിവാദമാകാറുണ്ട്. മാളയിൽ മറ്റത്തൂർ മോഡൽ ഉണ്ടായോ എന്ന മീഡിയ ടൈം വിശകലനം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. രാഷ്ട്രീയ പിന്തുണ, കൂറുമാറ്റം ഇതൊക്കെയാണ് സംഭവങ്ങളെ വാർത്താ പ്രാധാന്യമാക്കുന്നത്. ഇതാ ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത ചൊവ്വന്നൂരിൽ നിന്നാണ്. കുന്നംകുളം ചൊവ്വന്നൂർ പഞ്ചായത്തിൽ മാറ്റിവെച്ച സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ SDPI അംഗത്തിന് കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചു. വികസന സ്ഥിരം സമിതിയിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ SDPI അംഗം ഷഹീദിന് 4 കോൺഗ്രസ് അംഗങ്ങൾ വോട്ട് ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച് ഒരു കോൺഗ്രസ് അംഗം വിട്ടുനിന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും അകത്താക്കിയാലും അധികാരം നിലനിർത്താനും ഭരണത്തിൽ തുടരാനുമാണ് ചൊവ്വന്നൂരിൽ കോൺഗ്രസ് തീരുമാനം. നമുക്ക് മറ്റു വാർത്തകൾ നോക്കാം. ആദ്യം ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. കുന്നംകുളം കണിയാമ്പലിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് 2 യുവാക്കൾ മരിച്ചു. ഇന്ന് പുലർച്ചെ 2-നുണ്ടായ അപകടത്തിലാണ് കാവിലക്കാട്ട് കൂളിയാട്ടിൽ പ്രണവ്, കാവിലക്കാട്ട് മമ്പറമ്പിൽ ജിഷ്ണു എന്നിവർ മരിച്ചത്. വയനാട്ടിൽ 300 വീടുകൾ പൂർത്തീകരിച്ചു നൽകുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പരാമർശത്തെ പരിഹസിച്ച മന്ത്രി MB രാജേഷ്. 100 വീട് നിർമ്മിക്കാൻ സാധിക്കാത്തവരാണ് 100 സീറ്റിനെ കുറിച്ച് സ്വപ്നം കാണുന്നതെന്നും MB രാജേഷ്. കൊടുങ്ങല്ലൂർ പിടിക്കാൻ കോൺഗ്രസ്. കൊടുങ്ങല്ലൂർ സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷിന് നൽകണമെന്ന് യൂത്ത് കോൺഗ്രസ്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് 2 യുവാക്കൾ മരിച്ചു. കുന്നംകുളം കണിയാമ്പലിൽ ഇന്ന് പുലർച്ചെ 2-നുണ്ടായ അപകടത്തിലാണ് കാവിലക്കാട് കൂളിയാട്ടിൽ 26 വയസ്സുള്ള പ്രണവ്, കാവിലക്കാട് മമ്പറമ്പിൽ 27 വയസ്സുള്ള ജിഷ്ണു എന്നിവർ മരിച്ചത്. കാണിപ്പയ്യൂരിൽ നിന്നും ചായ കുടിച്ച് വരികയായിരുന്ന ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് കാണിയാമ്പൽ പനങ്ങായി ഇറക്കത്തിൽ വെച്ച് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു മറിഞ്ഞാണ് അപകടം ഉണ്ടായത്. ഇവരുടെ മുന്നിൽ പോയിരുന്ന കൂട്ടുകാർ ഇവരെ കാണാതായതിനെ തുടർന്ന് തിരികെ വന്ന് നോക്കിയപ്പോഴാണ് ഇരുവരും അപകടത്തിൽപ്പെട്ടത് കണ്ടത്. ഉടനെ 2 പേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വയനാട്ടിൽ 300 വീടുകൾ പൂർത്തീകരിച്ചു നൽകുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പരാമർശത്തെ പരിഹസിച്ച മന്ത്രി MB രാജേഷ്. 30 മിനിറ്റ് കൊണ്ട് 300 വീട് നിർമ്മിച്ചു നൽകിയതുപോലെയായിരുന്നു സതീശന്റെ പ്രസ്താവന. 100 വീട് നിർമ്മിക്കാൻ സാധിക്കാത്തവരാണ് 100 സീറ്റിനെ കുറിച്ച് സ്വപ്നം കാണുന്നതെന്നും MB രാജേഷ് തൃശൂരിൽ പറഞ്ഞു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വയനാട്ടിലെ കോൺഗ്രസിന്റെ വീടിന്റെ കണക്ക് പറഞ്ഞ പോലെയല്ല, കൃത്യം കണക്കാണ്. വയനാട്ടിലെ വീടുകളുടെ കണക്ക് ഇന്നലെ അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ തമിഴ് സിനിമയിൽ ഒരു പ്രസിദ്ധമായ കോമഡി രംഗമാണ് ഓർമ്മ വന്നത്. കൗണ്ടമണി സെന്തിലിനെ 1 രൂപ കൊടുത്ത് പഴം വാങ്ങാൻ 2 പഴം വാങ്ങി വരാൻ പറഞ്ഞയക്കുന്നുണ്ട്. വരുന്ന വഴിക്ക് 1 പഴം തിന്നിട്ട് 1 പഴം കൊണ്ടുകൊടുത്തു. അപ്പോൾ സെന്തിൽ ചോദിക്കുന്നുണ്ട്, 2 പഴം വാങ്ങാനല്ലേ 1 രൂപ തന്നു വിട്ടത്, 1 പഴം എവിടെ? ആ 1 പഴമല്ലേ ഇത് എന്ന് സെന്തിൽ തിരിച്ചു ചോദിക്കുകയാണ്. തിരിച്ചും മറിച്ചുമൊക്കെ ഒരുപാട് പേർ ചോദ്യം ചെയ്തിട്ടും 1 പഴം എവിടെ എന്ന് ചോദിച്ചപ്പോൾ അതല്ലേ ഇത് എന്ന് ചോദിക്കുന്നുണ്ട്. ഏതാണ്ട് അതുപോലെയാണ്, ആ രംഗത്തെയാണ് ഇന്നലത്തെ പ്രതിപക്ഷ നേതാവിന്റെ കണക്ക് ഓർമ്മിപ്പിച്ചത്. അപ്പൊ കഴിഞ്ഞ 1.5 കൊല്ലം കൊണ്ട് പ്രഖ്യാപിച്ചൊരു 100 വീട് പോലും ഉണ്ടാക്കാൻ കഴിയാത്തവരാണ് 100 സീറ്റ് ഞങ്ങൾക്ക് തരൂ എന്ന് പറയുന്നത്. എന്തായിരിക്കും കഥ? കൊടുങ്ങല്ലൂർ പിടിക്കാൻ കോൺഗ്രസ്. മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ആരാകുമെന്ന ചർച്ചയിലേക്ക് കടക്കുകയാണ് നേതൃത്വം. KPCC തലത്തിൽ ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെങ്കിലും പ്രാദേശിക തലത്തിൽ സാധ്യതകൾക്ക് നേതൃത്വം തുടക്കമിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ചേർന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി കൊടുങ്ങല്ലൂർ സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷിന് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ UDF സ്ഥാനാർത്ഥി ആരാകും? പ്രാദേശിക നേതാക്കൾ ചർച്ചകൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. ലീഡർ K കരുണാകരന്റെ തട്ടകമായിരുന്ന മാളയിലെ ആളൂർ ഒഴിച്ചുള്ള പഞ്ചായത്തുകൾ, പഴയ മേത്തല പഞ്ചായത്ത്, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി എന്നിവയടങ്ങുന്നതാണ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം. K കരുണാകരന് ശേഷം TU രാധാകൃഷ്ണൻ മാത്രമാണ് കോൺഗ്രസിൽ നിന്ന് മണ്ഡലത്തിൽ ഉൾപ്പെട്ട് വിജയിച്ച ഏക ആൾ. മണ്ഡലത്തിന് പുറത്തുനിന്നും എത്തിയ TN പ്രതാപനാണ് അവസാനമായി ഇവിടെ വിജയിച്ച കോൺഗ്രസ് പ്രതിനിധി. പ്രതാപന് ശേഷം മണ്ഡലത്തിൽ മത്സരിച്ച KP ധനപാലനും MP ജാക്സണും കൊടുങ്ങല്ലൂരിൽ സുനിൽകുമാറിനോട് കാലിടറി. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നടത്തിയ മുന്നേറ്റം അണികളിൽ ആവേശം നിറച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു. കുഴൂർ, പൊയ്യ പഞ്ചായത്തുകൾ നിലനിർത്തി. അന്നമനട തിരിച്ചുപിടിച്ചു. വെള്ളാങ്കല്ലൂരിൽ ഭരണം നേടി. ഗ്രൂപ്പിസം രൂക്ഷമായ മാളയിലും പുത്തഞ്ചിറയിലും ഭരണം കൈവിട്ടെങ്കിലും പുതിയ നേതൃത്വം ഉദയം ചെയ്തത് അണികളിൽ പ്രതീക്ഷ ബാക്കിയാക്കുന്നുണ്ട്. അപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ട് വർധന മണ്ഡലത്തിൽ വിജയം നേടാനുള്ള അത്രയും അധികരിച്ചിട്ടില്ല. ഇപ്പോഴും 8000 വോട്ടിനോടടുത്ത് ഇടതുപക്ഷം മണ്ഡലത്തിൽ ലീഡ് നിലനിർത്തുന്നുണ്ട്.
VR സുനിൽകുമാർ വീണ്ടും കളത്തിലിറങ്ങിയാൽ മലർത്തിയടിക്കാനുള്ള സ്ഥാനാർത്ഥി ആരെന്നതാണ് ചോദ്യം. മണ്ഡലത്തിനകത്തുനിന്നും ഒരാൾ വേണമെന്നാണ് പൊതുവെ ഉയരുന്ന വികാരം. അങ്ങനെ വന്നാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ ജെ ജനീഷിന് നറുക്കു വീഴും. യുവത്വവും മണ്ഡലത്തിൽ ചിരപരിചിതൻ എന്ന ഗുണവും ജനീഷിനെ തുണയ്ക്കും. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ചേർന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി കൊടുങ്ങല്ലൂർ സംസ്ഥാന പ്രസിഡന്റ് ഒ ജെ ജനീഷിന് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ TN പ്രതാപൻ വീണ്ടും മത്സരിക്കണമെന്ന ആഗ്രഹവും പ്രതാപൻ അനുകൂലികൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ മത്സരിക്കാൻ താൽപ്പര്യപ്പെട്ട് പ്രതാപൻ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. വനിതാ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് KPCC സെക്രട്ടറി മുൻ ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർപേഴ്സൺ സോണിയാഗിരിക്ക് വേണ്ടിയും ചില തൽപര കക്ഷികൾ രംഗത്തുണ്ട്. കൂടാതെ ഏതാനും പ്രാദേശിക ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതാക്കളും മത്സരിക്കാനുള്ള താൽപ്പര്യം നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ വിജയസാധ്യത മാത്രമാകും KPCC മണ്ഡലത്തിൽ പരിഗണിക്കുക. പഴയ മാള കൊടുങ്ങല്ലൂരായി പരിണമിച്ചെങ്കിലും സീറ്റ് പിടിച്ചെടുക്കാൻ മാത്രമായി ഒരാളെ മണ്ഡലത്തിൽ നിയോഗിക്കും. അങ്ങനെ വന്നാൽ ഒ ജെ ജനീഷ് തന്നെയാകും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാനിട. മീഡിയ ടൈം മാള. പൂവത്തുചേരി മറിയം ത്രേസ്യ പബ്ലിക് സ്കൂളിൽ വാർഷികം ആഘോഷിച്ചു. പാറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആശ രഘുനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. സിസ്റ്റർ മരിയ പോൾ അധ്യക്ഷയായി. പൂവത്തുശ്ശേരി സെന്റ് ജോസഫ് ദേവാലയ വികാരി ഫാദർ ബിനോയ് കോഴിപ്പാട്ട്, പ്രിൻസിപ്പൽ ജാൻസി ഡേവിസ്, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ സൂസി മരിയ, PTA പ്രസിഡന്റ് BO ബിജു, സിസ്റ്റർ ആൻലിറ്റ്, സിസ്റ്റർ ആലപ്പി മരിയ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഫാദർ ഫ്രാങ്കോ പാണാടൻ, ആൻഡോ ടി കാച്ചപ്പള്ളി എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ, കുട്ടികൾക്ക് ലഭിച്ചിട്ടുള്ള നേട്ടങ്ങൾ, അവാർഡുകൾ, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഞാനിതിനു മുൻപ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കരവട്ടുകര സെന്റ് ആന്റണീസ് സ്കൂളിൻ്റെ മാനേജറായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്ന കാലഘട്ടം ഞാനിങ്ങനെ നോക്കുകയായിരുന്നു. അത് CBSE സ്കൂളാണ്, ഇത് ICSE സ്കൂളാണ്. ഇത് രണ്ടിനെയും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയപ്പോൾ രണ്ടും വലിയ വ്യത്യാസമുണ്ട്. കാരണം അവിടെ ഞാനായിരിക്കുമ്പോൾ ഏതാണ്ട് ഒരു 1200ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. അവിടുത്തെ ആനുവൽ ഡേക്ക് കുറച്ചുകൂടിയൊക്കെ ഗ്രാൻഡായിട്ടാണ് എന്ന് പറഞ്ഞാൽ അത് ആ സ്കൂൾ അത്രയും വളർന്നത്. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിൻ്റെ കുട്ടികളുടെ എണ്ണമൊക്കെ ഏതാണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെറുതെ ഇങ്ങനെ അന്വേഷിച്ചറിഞ്ഞപ്പോൾ വലിയ നമ്പർ കുട്ടികൾ ഇവിടെ ഇല്ല. കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ എണ്ണം കുറവാണ് എങ്കിലും ഉള്ളതെല്ലാം മികച്ചതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ അധ്യാപകരെടുക്കുന്ന എഫർട്ട് അത് വളരെ വലുതാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. മാമ്പ്ര യൂണിയൻ ഹയർ സെക്കൻഡറി LP സ്കൂളുകളുടെ വാർഷികാഘോഷം, യാത്രയപ്പ് സമ്മേളനം എന്നിവ നടന്നു. MP ബെന്നി ബെഹനാൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസം, അതിൻ്റെ പ്രാധാന്യം ഞാൻ പലവട്ടം ഈ സ്കൂളിൽ തന്നെ പ്രസംഗിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ നേരിടുന്ന പ്രശ്നം, വിദ്യാഭ്യാസത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് കലാലയങ്ങൾ എന്ത് പഠിപ്പിക്കണമെന്നാണ്. കുട്ടികളെ എന്ത് പഠിപ്പിക്കണം? നമുക്കറിയാം, കുട്ടികളെ പൗരന്മാരായി വാർത്തെടുക്കുമ്പോൾ അധ്യാപകരെന്ന ഗുരുശ്രേഷ്ഠർ അവരുടെ മനസ്സിലേക്ക് പകർന്നിട്ട് കൊടുക്കേണ്ടത് അറിവും തിരിച്ചറിവുമാണ്. അതോടൊപ്പം ധാർമ്മിക മൂല്യങ്ങൾ. വിദ്യാഭ്യാസത്തിലൂടെയാണ് ഒരു പുതിയ തലമുറ വളർന്നു വരേണ്ടത്. അവർ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രാധാന്യത്തിൽ നിന്നുകൊണ്ട്. സ്കൂൾ മാനേജർ MB ഹംസ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കുടിയൻ, അന്നമനട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PD ജോസ്, രാജേഷ് പറവൂർ, കലാഭവൻ രഞ്ജിത്ത്, AC സജിത്ത്, M പുഷ്പം, വർഗീസ്, KG മാർട്ടിൻ, ബൽക്കിസ് സലാം, NA അബ്ദുൾ ഷുക്കൂർ തുടങ്ങിയവർ സംസാരിച്ചു. പൊയ്യ പുളിപ്പറമ്പ് ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി. ഫാദർ ഫ്രിജോ പാറക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് കുർബാന, നൊവേന, മാസാദ്യ വ്യാഴാചരണം, നേർച്ചക്കഞ്ഞി വിതരണം എന്നിവ നടന്നു. നാളെ വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് നടക്കും. 11 ഞായറാഴ്ച കുർബാന, പ്രദക്ഷിണം എന്നിവ നടക്കും. ഫാദർ അനൂപാട്ടത്തിൽ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ വില്യംസ് കാളിയേടൻ, ഫാദർ ജെയിംസ് അദ്യുന്തൻ എന്നിവർ സഹകാർമ്മികരാവും.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം കണിയാമ്പലിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ 2 യുവാക്കൾ മരിച്ചു. ഇന്ന് പുലർച്ചെ 2-നുണ്ടായ അപകടത്തിലാണ് കാവിലക്കാട്ട് കൂളിയാട്ടിൽ പ്രണവ്, കാവിലക്കാട്ട് മമ്പറമ്പിൽ ജിഷ്ണു എന്നിവർ മരിച്ചു. വയനാട്ടിൽ 300 വീടുകൾ പൂർത്തീകരിച്ചു നൽകുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പരാമർശത്തെ പരിഹസിച്ച മന്ത്രി MB രാജേഷ്. 100 വീട് നിർമ്മിക്കാൻ സാധിക്കാത്തവരാണ് 100 സീറ്റിനെ കുറിച്ച് സ്വപ്നം കാണുന്നതെന്നും MB രാജേഷ്. കൊടുങ്ങല്ലൂർ പിടിക്കാൻ കോൺഗ്രസ്. കൊടുങ്ങല്ലൂർ സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷിന് നൽകണമെന്ന് യൂത്ത് കോൺഗ്രസ്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.